നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ ഡെയിലി ഗ്രാഫ് നമുക്ക് നോക്കാം. ഇത് ടൈം ഫ്രെയിമിൽ വരുന്ന നിഫ്റ്റിയുടെ ഡെയിലി ഗ്രാഫാണ്. നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് 21,462 നിഫ്റ്റിയുടെ ഈ ഒരു ക്ലോസിംഗ് നിഫ്റ്റിയിൽ നിന്നൊരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഒന്ന് എക്സ്പയറി ആയിരുന്നു. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റി ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ കുറച്ചധികം വീക്ക്നെസ് ആകും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനുശേഷം പിന്നീട് താഴത്തേക്ക് വരുമ്പോഴായിരിക്കും നിഫ്റ്റിയിലും വലിയ രീതിയിലുള്ള ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ആ ഒരു സാധ്യത വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ നിലനിർത്തേണ്ട സപ്പോർട്ടുകളൊക്കെ നോക്കുക. സപ്പോർട്ടിന്റെ മുകളിലാണോ റെസിസ്റ്റൻസിന്റെ മുകളിലാണോ നിലനിൽക്കുന്നത്, അതിനനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിലും ഇന്ന് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലായിരുന്നു നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഉള്ളൊരു ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആയിരുന്നു. തുടക്കത്തിലൊരു ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആയിരുന്നു. വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ 21,430 ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും നിഫ്റ്റിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ നോക്കിയെങ്കിലും വീണ്ടും അത് തിരിച്ച് കയറിക്കൊണ്ട് ഒരു പോസിറ്റീവ് മൊമെന്റം അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ നിഫ്റ്റിനെ ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നോക്കുക. നിഫ്റ്റി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ലോവർ ലെവലിൽ നിന്ന് ഒരു ബൗൺസ് നടത്താനായിട്ട് ട്രൈ ചെയ്താണ്. അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് സപ്പോർട്ട് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത്. 21,420 ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റി വീക്ക്നെസ് ആയിരിക്കും. ഓപ്പണിംഗിൽ തന്നെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. പക്ഷെ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഷോർട്ട്സിന് അഗ്രസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് നൽകരുത്. ബൈര ഓപ്പർച്യൂണിറ്റി ആയാലും ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്, ബൈ സെന്റിമെന്റിലേക്ക് കടന്നിട്ടില്ല. ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇൻ കേസ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 21,540 മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈര ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈര ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ഒരു സിംഗിൾ കാൻഡിൽസ്റ്റിക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു റെസിസ്റ്റൻസ് വരെ മുകളിലേക്ക് സാധ്യതയുണ്ട്. അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 21,630 റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവലില് 21,580 ഈ ഒരു റേഞ്ചും കൂടി റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് ഒരു ക്യാൻഡിൽ ഇതിന്റെ ഒരു മുകളിലേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിരുന്നാൽ മാത്രമാണ് 21,630 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ എത്തുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ അഗ്രസീവായിട്ട് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. 630 കൂടി മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 21,550 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 21,540 കൂടി താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. അപ്പോൾ നിഫ്റ്റി ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു രണ്ട് റേഞ്ചിലാണെങ്കിൽ ക്വിക്കായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി മുന്നോട്ട് പോവുക. കാരണം മുകളിലേക്കാണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലാണ് ഒരു മൊമെന്റം മാർക്കറ്റിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ താഴത്തേക്കായാലും 21,420 ബ്രേക്ക് ചെയ്താലാണ് താഴത്തേക്കും നല്ലൊരു മൊമെന്റത്തിന് സാധ്യത. ലോവർ ലെവലിൽ സപ്പോർട്ട് കാണുന്നത് 21,420 താഴെ സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു സപ്പോർട്ടുകളൊക്കെ ഒരു തൊട്ടടുത്തൊരു സപ്പോർട്ടാണ് കാണുന്നത്. നമ്മൾ ചില മാർക്കറ്റ് സിറ്റുവേഷനിൽ വൈഡ് ആയിട്ടുള്ള സപ്പോർട്ട് റേഞ്ചുകൾ നൽകാറുണ്ട്. പക്ഷെ ഇവിടെ വൈഡ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നില്ല, തൊട്ടടുത്താണ് സപ്പോർട്ട് കാണുന്നത്. അതിനർത്ഥം വോളറ്റാലിറ്റി, അതായത് ഈ ഒരു ലെവലിൽ നിന്ന്
ബൗൺസിന് സാധ്യതയുണ്ട്. അപ്പോൾ ക്വിക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. നിഫ്റ്റി ആയാലും ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിൽ നിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ആണ്. 310 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. അതേപോലെ തന്നെ 230 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ സെന്റിമെന്റിലാണ്. അപ്പൊ ഇൻ കേസ് ഒരു ഫാള് ആക്റ്റീവ് ആയെങ്കിൽ 420 താഴത്തേക്ക് ആക്റ്റീവ് ആയെങ്കിൽ 365 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ നിഫ്റ്റി 21,310 ഹോൾഡ് ചെയ്തുകൊണ്ട് 365 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ബൈ സെന്റിമെന്റിലാണ്. വോളറ്റാലിറ്റിക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു വീക്ക്നെസ് ആണ്. നിഫ്റ്റി ഇന്നൊരു പോസിറ്റീവ് സെന്റിമെന്റിലാണ് നിലനിർത്തിയിരുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു ബൗൺസ് നടത്തിയെങ്കിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ലാസ്റ്റ് സെക്ഷനിൽ വന്നിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇൻ കേസ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 47,810 മുകളിൽ ഓപ്പൺ ചെയ്ത ചെറിയ ടൈം ഫ്രെയിമിലെ ഹൈ ബ്രേക്ക് ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 46,000 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ് ഏരിയ വരിക. അപ്പോൾ ഈ ലെവൽ എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് 46,000 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ചെറിയ ടൈമിലെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 46,220 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. ജസ്റ്റ് ഈ ഹൈയുടെ തൊട്ട് മുകളിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 47,810 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ചെറിയ ടൈം ഫയലെ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാം. 46,650 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. അടുത്ത സപ്പോർട്ട് 47,505 ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് താഴെയാണ് അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും 650 മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്നത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ക്വിക്കായി പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ അഗ്രസീവ് ആയിട്ടുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. കാരണം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. മാർക്കറ്റിൽ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.